ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് പാണ്ഡികശാലകളാക്കുമെന്നും സ്ത്രീകളെ പൊതുസ്വത്താക്കും എന്നും മറ്റും CIAയുടെ പണം വാങ്ങി മാരകമായ നുണ പ്രചരിപ്പിച്ചവർ ഇന്നും അതേ രീതി തുടരുന്നതാണ് കാണാൻ കഴിയുക. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു ഉദാഹരണം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ വാർത്താപത്രം എന്നാണ് മലയാള മനോരമ അവകാശപ്പെടാറുള്ളത്. ആ പത്രം ജനുവരി 5-ന് ഒരു പ്രധാന തലക്കെട്ടോടുകൂടി പുറത്തിറങ്ങി. ആ തലക്കെട്ട് ഇതായിരുന്നു: അപ്പോൾ അന്ന് പറഞ്ഞതോ. ഇത് അതിദാരിദ്ര്യമുക്തമായ കേരളം അങ്ങനെ ആയില്ലെന്നും വ്യാപകമായ വിമർശനങ്ങൾക്ക് പിന്നാലെ സർക്കാർ പുതിയ പദ്ധതിയായി വരുന്നുവെന്നുമാണ് മനോരമയുടെ പുതിയ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ നവംബർ 1-ന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച അതേ വേദിയിൽ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി 2 ചടങ്ങുകളാണ് നടത്തിയത്. ഒന്ന്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാശനം. 2, EPEP 2.0, അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ 2ാം ഘട്ടം പദ്ധതി രേഖയുടെ പ്രകാശനം. ആ ചടങ്ങ് അന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. പദ്ധതി പ്രഖ്യാപനവും ആ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 63 ദിവസം പിന്നിട്ടു. അപ്പോഴാണ് പുതിയൊരു കണ്ടുപിടുത്തമായി മലയാള മനോരമ ഇത് അവതരിപ്പിച്ചത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാളിപ്പോയതുകൊണ്ട് സർക്കാർ 2ാം ഘട്ടവുമായി വരുന്നു എന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. 2022-ലാണ് 64,006 അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടിക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയത്. അവരെ ഈ 64,006 കുടുംബങ്ങളെ 3 വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുകയായിരുന്നു. അതിന് കൃത്യമായ മൈക്രോ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. 2022-ന് ശേഷം പുതുതായി ആരെങ്കിലും ആ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിക്കാനാണ് 2ാം ഘട്ടം. അതോടൊപ്പം ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പാക്കാനുമാണ് EPEP 2.0. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പത്രസമ്മേളനത്തിലും ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. പുതിയ ജനപ്രതിനിധികളെ അഭിനന്ദിക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സുസ്ഥിര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിച്ചത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംവദിക്കുകയുണ്ടായി. അതിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ വർഷത്തെ പദ്ധതി റിവിഷനിലും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിലും അത് എപ്രകാരം ഉൾപ്പെടുത്തണം എന്നതിലും വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കുന്നത് വളരെ കൃത്യതയോടെയും സുതാര്യതയോടെയും നടപ്പാക്കുന്ന, നാടിനാകെ അഭിമാനം പകരുന്ന ഒരു പദ്ധതിയാണിത്. അത്തരമൊരു പദ്ധതിയെ കരിവാരി തേക്കുന്നത് ഏതുതരം മാധ്യമപ്രവർത്തനമാണ്? അതിനായി വ്യാജ വാർത്തകൾ ചമക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? അപ്പോൾ അതിന് ഒറ്റ ഉത്തരമേ കാണാൻ കഴിയൂ. ജനങ്ങൾക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതേ മാനസികാവസ്ഥ തന്നെയാണ് വെനിസ്വേലയെ ആക്രമിച്ച് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ ഭീകരതയെ സ്വാഭാവികവൽക്കരിക്കാനും പ്രേരണയാകുന്നത്. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം മറച്ചുപിടിക്കലും വ്യാജ പ്രതീതി നിർമ്മാണവും എല്ലാ രംഗത്തുമുണ്ട്. വേറൊരു ഉദാഹരണം, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നാണ് ആസൂത്രണ പ്രക്രിയ. അതിന് വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിട്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. രാജ്യത്തിൻ്റെ വികസനത്തിന് വ്യക്തമായ ദിശാബോധം നൽകിയിരുന്ന ആസൂത്രണ കമ്മീഷനെ 2015 നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കി. അത് വലിയൊരു നയപരമായ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.